ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇന്ത്യൻ സൈന്യത്തെ അഭിവാദ്യം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചു. തീവ്രവാദത്തിനെതിരായി സർക്കാരും നമ്മുടെ പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അത്തരം നടപടികളോടൊപ്പം തന്നെ പെഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിനു മുൻപിൽ എത്തിക്കാനും പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്നത് ഉറപ്പുവരുത്താനുമുള്ള നയതന്ത്രപരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും പ്രസ്താവനയിലൂടെ പിണറായി വിജയൻ വ്യക്തമാക്കി. ഇന്ത്യൻ സൈന്യത്തെ അഭിവാദ്യം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചു. രാജ്യത്തെ ഛിന്നഭിന്നമാക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ തുടർന്നാൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് തിരിച്ചടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിരപരാധികളായ ജനങ്ങൾ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു വീണു മരിച്ചപ്പോൾ അതിന് ഉത്തരവാദികളായ ആ ഭീകരവാദികളെ സ്പോൺസർ ചെയ്ത പാകിസ്ഥാനെതിരായി അതിശക്തമായ നടപടിയാണ് ഇന്ത്യയുടെ ആർമി സ്വീകരിച്ചിരിക്കുന്നത്. അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭീകരതയാണെന്ന് മുൻ പ്രതിരോധ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണിയും പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിൽ വിശ്വാസമുണ്ടെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും എ.കെ. ആന്റണി പ്രതികരിച്ചു. ഭീകരർക്കെതിരായിട്ടുള്ള ഏത് നടപടിക്കും രാജ്യം ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഭീകരർക്കെതിരായി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുകയാണ്. നന്മയാണ് രാജ്യത്തിന്റെ മുഖമുദ്രയെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കി. മതം ചോദിച്ച് കൊലപ്പെടുത്തിയവർക്കുള്ള തിരിച്ചടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നന്മ, സമാധാനം, വികസനം ഈ മൂല്യങ്ങളും വിശ്വസിക്കുന്ന കമ്മിറ്റഡ് ഒരു നാടാണ്. പക്ഷേ തിന്മ, ഈവിൽ നേരിടാൻ ബലപ്രയോഗം ഉപയോഗിക്കാൻ കഴിവുള്ളൊരു നാടുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ആത്മവിശ്വാസം പകരുന്ന നടപടിയാണ് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ മറുപടിയെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസിലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും വ്യക്തമാക്കി. സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ടെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ സേന തെളിയിച്ചിരിക്കുന്നുവെന്നും ഫേസ്ബുക്കിലൂടെ ബാവ കുറിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.